ഞാൻ പൊതുവെ കഥ പറയുന്നു എന്ന ആരോപണമുള്ള ഒരാളാണ്. ഞാൻ പ്രസാദേട്ടൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പ്രസാദേട്ടനെ ശരിക്കും കോർഡിനേറ്റർ എന്ന് പറഞ്ഞങ്ങ് നിന്നാൽ ഒരു വലിയ ആളായിട്ട് നിൽക്കും. നമ്മൾ ഗൾഫിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന വണ്ടികളുടെ നമ്പർ വരെ പേപ്പറിൽ എഴുതി കുറിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് അദ്ദേഹം. ഈ 10-30 കലാകാരന്മാരും ഒക്കെ ആയിട്ട് ഒരു മാസം പോകുമ്പം കലാകാരന്മാർക്കിടയിലെ കുഞ്ഞു ഈഗോകൾ, വഴക്കുകൾ, കലാപരിപാടിയാണല്ലോ, കയ്യടിയുടെ അളവിനൊക്കെ പല വ്യത്യാസങ്ങളുണ്ടല്ലോ, അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക ഹ്യൂമൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയ മിടുക്കും കൂടെ ഉള്ളതാണ് പ്രസാദ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഷോ അതിൻ്റെ പീക്കിലെത്തുമ്പോൾ നരച്ച മുടി ഡൈ ചെയ്ത് കറുപ്പിച്ച ശേഷം പൗഡർ ഇട്ട് വീണ്ടും നരപ്പിച്ചിട്ട് പല്ലിൽ ഇത്തിരി കൺമഷീൻ തേച്ചിട്ട് സ്റ്റേജിൽ വന്നിട്ട് 2 വട്ടം ചാടി ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോയാൽ പ്രസാദേട്ടനൊരു ഷോ പൂർണ്ണമായ തൃപ്തിയിലേക്ക് എത്തിക്കുള്ളൂ. എറണാകുളം ടൗൺ ഹാളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനും പ്രസാദേട്ടനൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്റ്റേജിലൊരു പയ്യൻ അദ്ദേഹം വന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ബാഗ് തുറന്നിട്ട് കുറേ പാമ്പുകൾ എടുത്ത് അയാൾ ഇൻഷർട്ട് ചെയ്ത ഷർട്ടിനകത്തേക്ക് ഇട്ടൊരു മലമ്പാമ്പിനെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ടിട്ട് നേരെ സ്റ്റേജിൽ പോയിട്ട് സ്നേക്ക് ഡാൻസ് എന്നും പറഞ്ഞൊരു ഡാൻസ് തുടങ്ങി. പാമ്പുകളാണ് സ്റ്റേജിൽ, വലിയ മലമ്പാമ്പിനെ എടുക്കുന്നു, സർപ്പത്തിൻ്റെ പത്തി വിടർത്ത് നിർത്തിയിട്ട് ഇതിൻ്റെ നെറുകം തലയിൽ ഉമ്മ വയ്ക്കുന്നു. എല്ലാവരും ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പ്രസാദേട്ടൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് ദൈവമേ അമ്മേ നന്ദി എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പാമ്പിനെ കണ്ടാൽ വല്ലാത്ത ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണെന്ന് ഓർത്ത് ഞാൻ 2-3 പ്രാവശ്യം പ്രസാദേട്ടൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, വെള്ളം വേണോ, എന്താ പറ്റിയ, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസാദേട്ടൻ ഇങ്ങനെ മണിച്ചിത്രത്താഴി ശോഭന വരാന്തേക്കൂടെ ഓടൂലേ, അതുപോലെ ഓടുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, കുറച്ച് പാമ്പിൻ്റെ ഡാൻസ് കഴിഞ്ഞ് സമാധാനമായ ശേഷം ഞാൻ പ്രസാദിനോട് ചോദിച്ചു, എന്ത് പറ്റി പ്രസാദേട്ട, എന്താണ് ഇത്ര ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പാമ്പിനെ കൊണ്ടുവന്നവൻ പാമ്പിനെ ഇട്ട് വെച്ച ബാഗും ഞാൻ കൊണ്ടുവന്ന ബാഗും ഒരേപോലത്തെ ബാഗാണ്. ഇത് സ്റ്റേജിൻ്റെ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് പൗഡർ തപ്പി ഞാൻ ആ ബാഗിൻ്റെ സിബ് തുറന്നിട്ട് അതിനകത്ത് ഇരുട്ടത്ത് കൈയിട്ട് ഇളക്കിയായിരുന്നു എന്ന് പറഞ്ഞു, ഈ പാമ്പിരിക്കുന്ന ബാഗിനകത്തുനിന്ന്. അപ്പോൾ ആ പാമ്പ് കൊത്താതെ വിട്ടതിനുള്ള നന്ദിയാണ് ഇപ്പോഴദ്ദേഹം ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടായാലും അന്ന് പാമ്പ് കൊത്താതെ വിട്ടതുകൊണ്ട് നമുക്ക് പ്രസാദേട്ടൻ അടിപൊളിയായിട്ട് ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നു, നമ്മുടെ കൂടെ സന്തോഷമായിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം ഏറ്റവും വലിയ ചിരിയോടെ, ഏറ്റവും വലിയ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ശേഷം വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ വളർത്താൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, അവർക്ക് മുന്നിലേക്ക് നയിക്കാൻ എല്ലാമായി പ്രസാദേട്ടൻ സജീവമായി ഇവിടെ ഉണ്ടാവും. റഹ്മാനൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു കോമഡി സ്റ്റേജ് ആർട്ടിസ്റ്റിന് ഇങ്ങനൊരു സ്വീകരണം എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല.